Good morning, my dear children. Welcome to our English class. Last week we wrote our worksheet. How was it? Did you feel any difficulty? ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും നല്ല എളുപ്പമായി ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. All of you take page number 93. Activity 3. Look at your textbook. The present world faces many threats. It is our duty to protect nature. Imagine that your school nature club is organizing an awareness program to protect nature. Prepare a speech for the occasion. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? The present world faces many threats. Threats എന്ന് പറഞ്ഞാൽ ഭീഷണികൾ. നമ്മുടെ ഇപ്പോഴത്തെ ലോകം ഒരുപാട് ഭീഷണികൾ നേരിടുന്നുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ നേച്ചർ ക്ലബ് ഈസ് ഓർഗനൈസിങ് ആൻ അവയർനെസ് പ്രോഗ്രാം ടു പ്രൊട്ടക്ട് നേച്ചർ. നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു അവയർനെസ് പ്രോഗ്രാം ബോധവൽക്കരണ പരിപാടി ഓർഗനൈസ് ചെയ്യണം. എന്തിനെ പറ്റിയിട്ട്? ടു പ്രൊട്ടക്ട് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ബോധവൽക്കരണ പരിപാടി അറേഞ്ച് ചെയ്യണം. പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ദി ഒക്കേഷൻ. അവർ ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ദി ഒക്കേഷൻ. ഒരു സ്പീച്ച് എന്താണ്? പ്രസംഗം തയ്യാറാക്കാനാണ്. ആ സന്ദർഭത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗം നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ടോട്ടോ ചാൻ്റെ പാഠത്തിൽ നമുക്കറിയാലേ എന്താണ് പ്രസംഗം? ഒരു ഡിസ്ക്രിപ്ഷനോ നറേഷനോ പോലെയല്ല, അതിനൊരു ബിഗിനിങ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ടെന്ന്. ബിഗിനിങ്ങിനും എൻഡിങ്ങിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? എന്തിൻ്റെ? സ്പീച്ചിൻ്റെ ബിഗിനിങ്ങിൽ ആദ്യം എന്ത് പറയണം? ഗുഡ് മോർണിംഗ്. വിഷ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ എല്ലാവരെയും വിഷ് ചെയ്യണം. പിന്നെ അതിൻ്റെ ബിഗിനിങ്ങിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. Features of speech. First one, who is the speech addressed to? What is the salutation? How will you begin the speech? You can begin your speech with a quotation. Which lines would you like to quote? What are the ideas that you wish to convey? Sequence your ideas according to their order of importance. Last one, how will you conclude your speech? These are the features of speech. ഒരു സ്പീച്ചിൻ്റെ പ്രത്യേകതകളാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? ആരെയാണ് സ്പീച്ച് അഭിസംബോധന ചെയ്യുന്നത് എന്ന്. വാട്ട് ഈസ് ദ സല്യൂട്ടേഷൻ? ഇത് രണ്ടും ഒന്നാണ്. സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ അഭിസംബോധന തന്നെയാണ്. ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? നമ്മളറിയാം, ഗുഡ് മോർണിംഗ് അത് വിഷ് ചെയ്യൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളെന്താണ് സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാം വെച്ചെങ്കിൽ റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ലേ? അതാണ് എന്ത്? ഈ സല്യൂട്ടേഷൻ എന്ന് പറയുന്നതും ഹൂ ഇസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു, ആരെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് പറയുന്നതും അതാണ്. നമ്മളെന്താ ഫസ്റ്റ് പറയാറ്? സ്കൂളിലുള്ള പ്രോഗ്രാം വെച്ചെങ്കിൽ റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് പ്രസംഗത്തിൽ. അതാണ് അത് സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. ഹൗ വിൽ യു ബിഗിൻ യുവർ സ്പീച്ച്? ബിഗിനിങ്ങിൽ പിന്നെ എന്താണ് പറയാറ് നമ്മൾ സ്പീച്ചിൽ? നമ്മൾ എന്തിനാ അവിടെ കൂടിയിരിക്കുന്നതെന്ന് പറയൂല്ലേ? ടുഡേ വി ആർ ഗ്യാതേർഡ് ഹിയർ. പിന്നെ ഏത് പ്രോഗ്രാമാന്ന് പറയും. പ്രോഗ്രാമിൻ്റെ പേര്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താ? അവയർനെസ് പ്രോഗ്രാം ടു പ്രൊട്ടക്ട് നേച്ചർ. അപ്പോൾ എന്താ പറയുക? ടുഡേ വി ഹാവ് ഗ്യാതേർഡ് ഹിയർ ടു ടേക്ക് പാർട്ട് ഇൻ ആൻ അവയർനെസ് പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ നേച്ചർ ക്ലബ്. എന്താണ് നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക? ബിഗിനിങ് ആയിട്ട് പറയാം, ടുഡേ വി ഹാവ് ഗ്യാതേർഡ് ഹിയർ ടു ടേക്ക് പാർട്ട് ഇൻ ആൻ അവയർനെസ് പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ നേച്ചർ ക്ലബ്. അപ്പോൾ ഇത് അവയർനെസ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇവിടെ അവയർനെസ് പ്രോഗ്രാം പറയുന്നത്. വേറെ വല്ല പ്രോഗ്രാം വാങ്ങിച്ച് ആ പ്രോഗ്രാമിൻ്റെ പേര് എഴുതണം ബിഗിനിങ് സെൻറ്റൻസിൽ. നെക്സ്റ്റ് പോയിന്റ്, യു ക്യാൻ ബിഗിൻ യുവർ സ്പീച്ച് വിത്ത് എ കൊട്ടേഷൻ. വിച്ച് ലൈൻസ് വുഡ് യു ലൈക്ക് ടു കോട്ട്? നമുക്ക് ഈ സ്പീച്ചിൽ ഒരുപാട് കൊട്ടേഷൻസ് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള കൊട്ടേഷൻസ് ഓരോരുത്തരുടെ ഓരോ പ്രമുഖ വ്യക്തികളുടെ ലൈൻസൊക്കെ ഉപയോഗിക്കാം. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് വിഷ് ടു കൺവേ? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയകളൊക്കെ ഒരു ഓർഡർ ആയിട്ട് ഉണ്ടാകണം. സീക്വൻസ് യുവർ ഐഡിയാസ് അക്കോർഡിംഗ് ടു
their order of importance. Sequence their ideas according to their order of importance. അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് അതിന് മുൻഗണനാക്രമം കൊടുക്കണം. ഓരോ പോയിന്റിന് പ്രാധാന്യത്തിനനുസരിച്ച്. How will you conclude the speech? സ്പീച്ചിൻ്റെ അവസാനത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. എന്താണ്? വിത്ത് ദിസ് ഐ സ്റ്റോപ്പ് മൈ സ്പീച്ച്, ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഒരു താങ്ക് യു പറയണം. അപ്പോൾ നമുക്ക് മനസ്സിലായിണ്ടാവും ഫസ്റ്റ് ആരെയാണ് അഡ്രസ്സ് ചെയ്യണത്, സല്യൂട്ടേഷൻ എന്താണെന്നുള്ളത് പറയണം. അത് നമ്മൾ പ്രോഗ്രാമിനനുസരിച്ച് ഏതൊക്കെ ഗസ്റ്റുകൾ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ പറയുക. ചില പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. വേറെ ഗസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററും ടീച്ചറും ഫ്രണ്ട്സിനും മാത്രം മതി ഫസ്റ്റിൽ. പിന്നെ ടുഡേ വി ഹാവ് ഗാദേർഡ് ഹിയർ, എന്തിനാണെന്നുള്ളത്. പിന്നെ ആ പ്രോഗ്രാമിനെ പറ്റിയിട്ട് പറയുക, അതിലെന്തൊക്കെയാണ് ഇതുള്ളത് അത് ഓർഡർ ആയിട്ട് പറയുക. ലാസ്റ്റ് ഐ ആം കൺക്ലൂഡിങ് മൈ സ്പീച്ച്, താങ്ക് യു എന്ന് പറയും. ഐ ആം കൺക്ലൂഡിങ് മൈ സ്പീച്ച്, താങ്ക് യു. അങ്ങനെയാണ് സ്പീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? an awareness program to protect nature. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ പോയിൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾ ഒരു സ്പീച്ച് എഴുതി നോക്കുക. ടീച്ചർ ഇതിൻ്റെ കൂടെ ടീച്ചേഴ്സ് വേർഷൻ അയക്കാം. അത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഒരു സ്പീച്ച്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിംഗ്. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി ഓഫ് ദ പെബിൾ, ഹരിത, a student of class 6, attempted to write the story of a tree, but there are some errors in it. Help her to edit the story. ക്ലാസ് 6 ഹരിത എന്ന് പറഞ്ഞ കുട്ടി എഴുതിയ ട്രീയുടെ സ്റ്റോറിയാണ് അവിടെ തന്നിരിക്കുന്നത്. അതിന് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Once upon a time, the tree was a seed planted with a gardener. It rested on the soil till the rains came. The seed wished to see the outside world. It pushed out and sprouted from it. Two tender green leaves peeped out. The cool wind touched its heart and sunlight shone upon it. It grew and danced in the breeze. The soil gave it food and water. It grew in strength and spread out its branches. It gave shade and people take rest under it. All of you read the story again. ഓക്കെ, ലെറ്റ് us check what are the mistakes. ഇതെന്താണ്? സ്റ്റോറിയാണല്ലേ. സ്റ്റോറി ഓഫ് എ ട്രീ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി എന്ത് ടെൻസിലാണ് വരിക? സ്റ്റോറിയൊക്കെ പാസ്റ്റ് ടെൻസിലാണ് വരിക എന്ന് നമുക്കറിയാം അല്ലേ. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ കാലം. ഇവിടെ വൺസ് അപ്പോൺ എ ടൈം എന്ന് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാം ഇതെന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. ഇതിൻ്റെ വെർബുകളൊക്കെ പാസ്റ്റ് ടെൻസിലായിരിക്കും വരിക. അത് ശ്രദ്ധിക്കാം. ചെക്ക് ചെയ്യാം. Once upon a time, the tree was a seed planted with a gardener. ഇവിടെ കറക്റ്റ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ആണോ യൂസ് ചെയ്തേക്കുന്നത്? വിത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്ലാന്റഡ് ആര് പ്ലാന്റ് ചെയ്തു? ബൈ എ ഗാർഡനർ. ബൈ എന്നാണ് കറക്റ്റായ വേർഡ്. പ്ലാന്റഡ് ബൈ എ ഗാർഡനർ. ആരാണ് അത് പ്ലാന്റ് ചെയ്തതെന്ന്? ഏജന്റിനെയാണ് സൂചിപ്പിക്കേണ്ടത് അവിടെ. അതുകൊണ്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷനാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇറ്റ് റെസ്റ്റഡ് ഓൺ ദ സോയിൽ. ഏത് പ്രിപ്പോസിഷനാണ് അവിടെ വരിക? ഇറ്റ് റെസ്റ്റഡ് ഇൻ ദ സോയിൽ. ഇൻ ദ സോയിൽ, സോയിലിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻ ദ സോയിൽ ടിൽ ദ റെയിൻസ് കെയിം. ദ സീഡ് വിഷ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്. ദ സീഡ്, വിഷിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാ? വിഷ്ഡ്. വിഷ്ഡ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്.
ഇറ്റ് പുഷ്ഡ് ഔട്ട് ആൻഡ് സ്പ്രൗട്ട്. ഏത് ആർട്ടിക്കിളാണ് അവിടെ വരിക? എ ഐ ഒ യുലത്തെ എ സ്പ്രൗട്ട്. എ സ്പ്രൗട്ട്. സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു കോൺസണൻ്റ് ആണ് അല്ലേ, വവൽ സൗണ്ട് അല്ല. അപ്പോൾ ഇറ്റ് സ്പ്രൗട്ട്, ഇറ്റ് പുഷ്ഡ് ഔട്ട് എ സ്പ്രൗട്ട്. എ ആണ് അവിടെ കറക്റ്റ് വരിക. ഫ്രം ഇറ്റ് 2 ടെൻഡർ ഗ്രീൻ ലീഫ് പീപ്ഡ് ഔട്ട്. 2 ടെൻഡർ പ്ലൂറലാണ് അവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ 2 ടെൻഡർ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പോൾ ലീവ്സ്, LEAVES, ലീവ്സ് പീപ്ഡ് ഔട്ട്. ദ കൂൾ വിൻഡ് ടച്ച് ഇറ്റ്സ് ഹാർട്ട്. എന്താ അവിടെ വരിക? ടച്ച്ഡ് ഇറ്റ്സ് ഹാർട്ട് ആൻഡ് സൺലൈറ്റ് ഷോൺ അപ്പോൺ ഇറ്റ്. ഇറ്റ് ഗ്രൂ ആൻഡ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്. പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ഹിയർ. അവിടെ ബ്രീസ് കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദ സോയിൽ ഗേവ് ഇറ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ദ ഈസ് ക്യാപിറ്റൽ ലെറ്റർ. ബ്രീസ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദാടെ ടി ക്യാപിറ്റൽ ലെറ്റർ. ദ സോയിൽ ഗേവ് ഇറ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ഇറ്റ് ഗ്രോ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇറ്റ് grew, GREW, grew in strength and spread out its branches. Spread out its branches. It gave shade and people take rest under it. It gave shade and people took, 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 past tense, take in the past tense, took rest under it. Okay. ഇനി ടീച്ചേഴ്സ് വേർഷൻ അയക്കുമ്പോൾ അതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടിയും എഴുതാം. ടെക്സ്റ്റിൽ എഴുതിയാൽ മതി, ആ സ്പേസ് ഇട്ട സ്ഥലത്ത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും സ്പീച്ച് നന്നായി പഠിക്കുക. ഇതിൻ്റെ ബാക്കിൽ ഗ്ലോസറി ഉണ്ട്, ഗ്ലോസറിയും പഠിക്കുക. ഓക്കെ, താങ്ക് യു.